ഹലോ വെൽക്കം ബാക്ക് ടു മൈ ബാംഗ്ലൂർ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തേർഡ് ഡേ ആണ് ബാംഗ്ലൂരിലെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നാം ഓണമാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നു 4 ഓണത്തിനോ 5 ഓണത്തിനോ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാം ഓണത്തിനാണ്, സെപ്റ്റംബർ 4-നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ബാംഗ്ലൂർ പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ പാലസിലോട്ട് പോവാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ബാംഗ്ലൂർ പാലസിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെന്നപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ അകത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാൾക്ക് ഇന്ത്യൻ വിസിറ്റേഴ്സിന് 300 ആണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. അകത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഓഡിയോ കേബിൾ തരും. നമുക്കത് കേട്ടിട്ട് നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ലാംഗ്വേജ് വേണം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അവൈലബിൾ ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അകത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിന്നെ പുറത്തെ വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പാലസിന് പുറത്ത് വന്നിട്ട് ഇവർ അടിപൊളിയായിട്ടൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വ്യൂ ആണ് കാണാനാണെങ്കിലും, അതുപോലെ തന്നെ ഫോട്ടോസിനാണെങ്കിലും ഒക്കെ അടിപൊളി വ്യൂ ആണ്. പിന്നെ അച്ഛനും അമ്മയും അതുവഴി പോയപ്പോൾ ഞാനും കുറച്ച് വീഡിയോസൊക്കെ അവരുടെ എടുത്ത് കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരിച്ചവിടുന്ന് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1-1:15 ആയി കേട്ടോ. അത്രയും ടൈം എടുത്തു നമ്മൾ തിരിച്ചവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം പാർക്കിലൊക്കെ ബാംഗ്ലൂർ ഈ ഒരു മോഡലിലാണ് ഇവിടെ വേണ്ടി ലാൽബാഗിലാണെങ്കിലും കബോർഡിലാണെങ്കിലും എല്ലായിടത്തും ഈ ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, പാർക്ക് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല വൈബായതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലെടുത്തു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മീഷോ വഴി മേടിച്ചതാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് റൂമിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കണം. ഇനി എന്താ പരിപാടി? എന്നിട്ട് ഏതാ സിനിമ? എവിടെ പോകുന്നത്? ഇവിടെ നടത്താം. അങ്ങനെ റൂമിൽ പോയി പെട്ടെന്നൊന്ന് ഫ്രഷപ്പായി. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഇയറിങ്സ് ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോയി 4:30-ക്കായിരുന്നു ഷോ. അവിടെ പോയിരുന്നപ്പോൾ തന്നെ കുറച്ച് വിശപ്പടിച്ചു. പിന്നെ പോയി ഒരു ബർഗറൊക്കെ മേടിച്ച് കഴിച്ചു. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. കല്യാണി പ്രിയദർശൻ നമുക്ക് വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.